കെ-റെയിലിന് ബദലായുള്ള കേന്ദ്രത്തിന്റെ അതിവേഗ പാതയെ പിന്തുണച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിനും അതിവേഗ പാതകൾ വേണം. ഗുണകരമായ പദ്ധതികളെ പിന്തുണയ്ക്കുമെന്നും റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിൽ വരുന്ന പദ്ധതികളെ എതിർക്കുന്നത് ശരിയല്ല. അത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളായാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളും അതിനെ എതിർക്കുക എന്നത് ശരിയല്ല. കേരളത്തിന് ഗുണകരമായിട്ടുള്ള ഏത് പദ്ധതിയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ നിലപാട്. ഹൈസ്പീഡ് കോറിഡോർ നമുക്ക് വേണം. അത്തരത്തിൽ ഒരു റെയിൽവേ നമുക്ക് ആവശ്യമുണ്ട്. ജനപ്രതിനിധി എന്നുള്ള രീതിയിലും കേരളത്തിലൊരു പൗരൻ എന്നുള്ള നിലയിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പുതിയ പദ്ധതികളുണ്ടാവണം. എത്രയും വേഗത്തിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാവണം. അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. K. സുധാകരൻ ഉയർത്തിയ എതിർപ്പുകളെയും ഗോവിന്ദൻ വിമർശിച്ചു. ഏത് സാധ്യതകളും ഈ അതിവേഗ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ റെയിൽപാളത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ സുധാകരനും ചെന്നിത്തലയും പറഞ്ഞു അതൊന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മളെല്ലാം പൊളിച്ചു കളയും. ഇവരെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസന വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. കാലഹരണപ്പെട്ടു പോയ രീതിയാണ് അവതരിപ്പിക്കുന്നത്. അതിവേഗ റെയിൽ പാതയിൽ K. സുധാകരനെ തള്ളി VD സതീശൻ രംഗത്തെത്തി. പദ്ധതിയെ കണ്ണടച്ചെതിർക്കില്ല, കൃത്യമായി പഠിച്ച് പദ്ധതി നടപ്പാക്കണം. സിൽവർ ലൈനിനെ എതിർത്തത് തട്ടിക്കൂട്ടായതിനാലെന്നും VD സതീശൻ പറഞ്ഞു. ഏത് നല്ല പ്രപ്പോസൽ വന്നാലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. DPR വന്ന് വളരെ വിശദമായി അത് പഠിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞു. കാരണം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നിരവധി വളവുകളുണ്ട്. ആ വളവുകൾ സ്ട്രെയിറ്റൈൻ ചെയ്ത് നിലവിലുള്ള പാതയുടെ കൂടെ തന്നെ ഡബിൾ ലൈനോ വല്ലതും പണിത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റെയിൽ വേണം. സ്പീഡിൽ സഞ്ചരിക്കണം. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാകണം. അതിനൊന്നും നമ്മളെതിരല്ല. സിൽവർ ലൈൻ ഇതൊന്നും പഠിക്കാതെ ചെയ്ത തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്. ഇപ്പോൾ യാഥാർത്ഥ്യമായി. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. വരട്ടെ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് എതിർക്കണത്? വരട്ടെ. ആസിഫ് മുഹമ്മദാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, എന്തായാലും കെ-റെയിൽ വന്ന സമയത്ത് നമുക്കറിയാം വലിയ തരത്തിലുള്ള കോളിളക്കമായിരുന്നു, വലിയ എതിർപ്പൊക്കെയാണ് പലയിടത്തു നിന്നും ഉയർന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു അതിവേഗ പാത വരുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനൊപ്പം തന്നെ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതുപോലെ തന്നെ പ്രതിപക്ഷമാണെങ്കിലും അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി കാര്യങ്ങളെല്ലാം സുഗമമായി ആരംഭിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയല്ലേ കടക്കേണ്ടത്? സ്വാതി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും ആർക്കാണ് ഇത്ര വേഗതയിൽ സഞ്ചരിക്കാനുള്ളത് എന്നുള്ള ആ ഒരു ആംഗിളിൽ നിന്ന് പ്രതിപക്ഷമടക്കം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നുള്ളത്. പക്ഷേ ആ പദ്ധതി പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി ആയിരുന്നു. എന്നാൽ അതിന് അപ്പുറത്തേക്ക് അതിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരികയും അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതേസമയത്താണ് അതിവേഗ റെയിൽ എന്നുള്ള ഒരു പദ്ധതിയുമായി കേന്ദ്രം എന്തായാലും മുന്നോട്ട് പോകുന്നത്. DPR അടക്കം തയ്യാറാക്കുന്ന നടപടികളിലെല്ലാം കടക്കുന്നതേ ഉള്ളൂ. പക്ഷേ നിലവിൽ ആ പദ്ധതി അത് പൂർണ്ണമായും സ്വാഗതം ചെയ്യേണ്ട ഒരു പദ്ധതിയാണ് എന്നുള്ള ഒരു നിലപാടിലാണ് സംസ്ഥാന സർക്കാരുള്ളത്. കാരണം ഇത്തരമൊരു പാത സംസ്ഥാനത്തിന്റെ വികസനത്തിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം മന്ത്രി എതിർത്ത് പറയുന്നു. കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ആ നിലപാട് അറിയിക്കുകയും ചെയ്തത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ ഒരു പദ്ധതിയെ സ്വാഗതം ചെയ്ത രംഗത്തെത്തിയിട്ടുണ്ട്. അതിവേഗ പാത വരുന്നതിൽ യാതൊരു എതിർപ്പുമില്ല എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാനത്തിനും എന്തായാലും CPMനും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ളത്. ഇതിൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് നമുക്കറിയാം. വലിയ രീതിയിൽ കെ-റെയിൽ പദ്ധതിയെ എതിർത്ത രംഗത്ത് വന്നത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ അതിവേഗ പാത വരുമ്പോഴേക്കും ആ പദ്ധതിയെ സ്വാഗതം ചെയ്യുകയും വേഗത്തിൽ സഞ്ചരിക്കേണ്ടത് അനിവാര്യതയാണ് എന്നുള്ള കാര്യവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിവേഗ റെയിൽ വേണ്ട എന്ന ഒരു നിലപാടില്ല. നല്ല പദ്ധതിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. കെ-റെയിലിനെ എതിർത്തത് അത് സുതാര്യമല്ലാത്ത പദ്ധതിയാണ്, തട്ടിക്കൂട്ട് പദ്ധതിയിലാണ് ഞങ്ങൾ കെ-റെയിലിനെ എതിർത്തത് എന്നൊരു വാദമാണ് ഏതായാലും VD സതീശൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ് K. സുധാകരൻ അടക്കമുള്ളവർ ഈ അതിവേഗ പാത പദ്ധതിയെ എതിർക്കും, സമരമുണ്ടാകും എന്ന സൂചനകൾ നൽകി. രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചത് ഇതൊന്നും നടപ്പിലാകാൻ പോകുന്ന പദ്ധതി അല്ല എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു വെച്ചിരുന്നു. ഏതായാലും
പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്താവന വരുമ്പോൾ പൊതുവെ ഈ ഒരു പദ്ധതിക്ക് അനുകൂലമായ നിലപാടാണ് ഭരണ പ്രതിപക്ഷ രംഗത്ത് നിന്ന് ഉള്ളത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതേസമയം തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കാനുണ്ട്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായ ചർച്ച അടക്കം വേണ്ടതുണ്ട്. എങ്കിലും പ്രാരംഭ നടപടി എന്ന നിലയിൽ തന്നെ ഈ ഒരു പദ്ധതിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ശരി ആസിഫ്, അത് തന്നെയാണ് പ്രാരംഭഘട്ടത്തിൽ എല്ലാവരും പദ്ധതിയെ ഒരേപോലെ സ്വാഗതം ചെയ്യുന്നു. അതിവേഗ പാത വരട്ടെ എന്നുള്ള തരത്തിലുള്ള നിലപാട് തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്നത്, ഉയർത്തുന്നത് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ആസിഫ് നൽകിയത്.